കേരളത്തിൽ വിവാദങ്ങൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല. ഏറ്റവും ഒടുക്കത്തെ വിവാദം സംഭാവന നൽകിയത് ശിവൻകുട്ടിയായിരുന്നു. കേരള കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു നർത്തകിയെ വിളിക്കുന്നു. അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. രൂപ ആവശ്യപ്പെടുക 16,000 കുട്ടികളാണ്. മാത്രമല്ല വേറെ ആരും കൂടെ പറഞ്ഞു, ഇതൊരു സിനിമാ താരമാണ്, കലോത്സവ വേദികളിൽ കൂടെ വളർന്ന ആളാണ്. പറഞ്ഞ ഭാഷയാണ്, അഹങ്കാരിയാണോ പണത്തോട് ആർത്തിയാണെന്ന്. ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത തരത്തിലുള്ള വർത്തമാനം. അതായത് എനിക്കിതിനകത്ത് ഏറ്റവും അത്ഭുതവും ഇന്നത്തെ കാലത്ത് വേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും മേടിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി തന്നെ പാർട്ടി നിലപാടെന്ന രീതിയിൽ അന്ന് വ്യക്തമാക്കിയതാണ്. അതെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം എനിക്ക് ഇത്രയും തുക തന്നാൽ ഞാൻ ഈ പണി ചെയ്യാമെന്നൊരാൾ പറഞ്ഞ അയാളുടെ ആത്മാഭിമാനത്തിൽ നിന്നാണ്. അതിനെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ ഞങ്ങൾ വിളിച്ച ഉടനെ കൂലിയൊന്നും മേടിക്കാതെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് തരണമെന്ന് പറയാൻ മാത്രം അധപ്പതിച്ചോ കേരളത്തിലെ വിദ്യാഭ്യാസം? അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മന്ത്രിമാർ മാതൃക കാണിക്കുന്നു. അതെ, ഞാൻ ശരി, അവരെല്ലാം ലളിത ജീവിതം, ഗാന്ധിയന്മാരാണ്, വളരെ ചെറിയ വീട്ടിൽ ജീവിക്കുന്നു, സാധാരണ കാറിൽ സഞ്ചരിക്കുന്നു. ഇതങ്ങനെയാണോ? കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും ദൂരത്താണ് ഇവർ കാണിക്കുന്നത് എല്ലാ തലങ്ങളിലും. ഇനിയിപ്പോൾ എന്തോ ഒരു പുതിയൊരു പരിപാടി നടത്തുന്നുണ്ട്, ഒരു അദാലത്ത് നടത്താൻ പോകുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് തന്നെ 26 ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവര് അദാലത്ത് നടത്തുന്നു, നവകേരള സഭ നടത്തുന്നു. ഇതിനകത്തൊന്നും 5 പൈസയുടെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇത് പറയുന്നത് ആരാണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി പണ്ട് KM മാണി ബില്ല് അവതരിച്ച സമയത്ത് ഈ സോഷ്യൽ മീഡിയ വന്നൊരു വാചകമുണ്ട്, ശിവതാണ്ഡവം. നിയമസഭയിൽ ശിവതാണ്ഡവം ആടി നമ്മുടെ നികുതി പണത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ നിയമസഭയിലെ കസേരകളും കമ്പ്യൂട്ടറുകളും തല്ലിപ്പൊളിച്ച ഒരാളാണ് നിന്നിട്ട് പറയുന്നത് ഇങ്ങനെ. മാത്രമല്ല ഇന്ന് സന്ദീപ് വാര്യർ വളരെ പ്രശസ്തമായ ഒരു പ്രസ്താവന ഇയാൾക്കെതിരെ നടത്തിയിട്ടുണ്ട്. അത് പറയുന്നൊരു വാചകമുണ്ട്, പഴംപൊരിക്ക് വരെ റീഇംബേഴ്സ്മെന്റ് മേടിക്കുന്ന ആൾക്കാരായ നിങ്ങൾക്കിത് പറയാൻ എന്താണ്? ആണല്ലോ, നമ്മുടെ ശിവൻകുട്ടിയല്ല, വേറെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഗോപി മഞ്ചൂരിയനും പൊറോട്ട വാങ്ങിച്ച് കഴിച്ചതിൻ്റെ വരെ ബില്ല് സർക്കാർ കൊടുക്കേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നവ്യ നായരുടെ പേരാണ് എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്. നവ്യ നായർ ആണോ ഇല്ലയെന്ന് നമുക്ക് ഇന്നും അവർ പരസ്യമായിട്ട് അവർ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. നവ്യ നായർ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ഇത് ആവശ്യപ്പെട്ടതേ ചടങ്ങിന് ഗസ്റ്റായിട്ട് വരാനല്ല, ട്രെയിനിങ് കൊടുക്കാനാണ്. അതിങ്ങനെ 7 മിനിറ്റോ 8 മിനിറ്റോ നീളുന്ന ഒരു നൃത്ത രൂപം ഉദ്ഘാടന ചടങ്ങിൽ. ഇതിൽ കേരളത്തിൻ്റെ തനത് കല മുഴുവൻ വരണം, അല്ലാത്ത മറ്റു കലകളും. ഒരു 10-70 കുട്ടികൾ സ്റ്റേജിൽ നിന്ന് നൃത്തം ചെയ്യണം. 10-15 കുട്ടികളെ പഠിപ്പിക്കണവരെ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവർ സ്റ്റേജിൽ നിന്നിരിക്കാനുള്ള റെമ്യൂണറേഷൻ അല്ല, ഇത് പരിശീലിപ്പിച്ചെടുക്കാനാണ്. പരിശീലിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ നവ്യ നായർ തന്നെ വിചാരിച്ചെടുക്കും, ഒരു സംഘം വേണം, അവർക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, സൗണ്ട് അത് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, അടിസ്ഥാനപരമായ വസ്ത്രം, ഇതൊക്കെ സർക്കാർ പ്രൊവൈഡ് ചെയ്താൽ പോലും ഈ അധ്വാനിക്കുന്നവരുടെ ഈ അധ്വാനത്തിന് വിലയില്ലേ? അവർക്ക് പൈസ കൊടുക്കണം. അവർ ചുമ്മാ ഇപ്പം ഏതെങ്കിലും ഒരു നടിയായിക്കോട്ടെ, ഒരു ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടാവുന്ന പണം മാത്രമാണ് മണിക്കൂറുകൾ. ഇതിന്റെ എത്രയോ ഇരട്ടി, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ലേ. നമ്മുടെ സാധാരണ തുണിക്കടയൊക്കെ ഉദ്ഘാടനം എത്രയോ ലക്ഷം അല്ലെങ്കിൽ സ്വർണ്ണക്കടയൊക്കെ അവർ വാങ്ങുന്നത്. മാത്രമല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ തെയ്യം കാണും, അല്ലെങ്കിൽ ഭരതനാട്യം അങ്ങനെയൊക്കെ കാണും. ഇതിൻ്റെ മാസ്റ്റേഴ്സിനെ കൊണ്ട് നിർത്തിയിട്ട് കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ ചുമതല ലഭിച്ച നടിക്ക് ഇതെല്ലാം കൂടെ അറിയാമായിരിക്കും. ഒരു തെയ്യം അറിയണമെന്നൊന്നുമില്ല. മാത്രമല്ല ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യുവജനോത്സവത്തിലൂടെ സിനിമയിലേക്ക് വന്നു ആയിക്കോട്ടെ, അതിനെന്താണ്? യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് വിദ്യാർത്ഥികളെ സ്റ്റേജിൽ എത്തിക്കുന്നത്. അതൊരു ഒരൊറ്റ ഐറ്റത്തിന്. ഇപ്പം എൻ്റെയൊക്കെ ഞങ്ങളൊക്കെ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തു. എൻ്റെ അനിയത്തിമാരൊക്കെ സ്റ്റേറ്റ് തലത്തിൽ പോയ ആളുകളാണ്. എത്ര രൂപയാണ് മക്കളുടെ പേരിൽ പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ പേരിൽ ഇറങ്ങാൻ നമുക്കറിയാം. പോക്കറ്റിൽ നിന്നും അത്രയും പൈസ കൊടുത്ത് ചുമ്മാ കിട്ടിയതാണോ? കഴിവ് കെട്ടി നേടിയതല്ലേ, അവരുടെ മിടുക്ക് കൊണ്ട് നേടിയതാണ്. അപ്പോൾ അതിനൊക്കെ ഉത്തരവാദിത്തം ഞങ്ങളാണ്. അതുകൊണ്ട് നീയൊക്കെ അങ്ങ് യുവജനോത്സവത്തിൽ വെറുതെ ഒന്നും വാങ്ങിക്കരുത് മന്ത്രിമാര്. സർക്കാർ ചെലവിൽ സർക്കാർ കാറിൽ സർക്കാർ ഗസ്റ്റ് ഹൗസിലെല്ലാം പോയി താമസിച്ചിട്ട് പിന്നെ ഇവരെന്താർത്ഥത്തിലാണ് ഫ്രീ ജീവിതം, സുഖജീവിതം. അതെ, ചികിത്സയ്ക്ക്, കണ്ണട വാങ്ങിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, സകലതും ഫ്രീ. അതാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത്. ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ നമ്മുടെ ചികിത്സാ ചെലവ് വാങ്ങിച്ച മന്ത്രിമാരുടെ ലിസ്റ്റ്. 10 ലക്ഷം 70 ലക്ഷം 20 ലക്ഷം ഒക്കെ ഓരോരുത്തർ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടുന്ന് എത്രയോ പേർ വിദേശത്തേക്ക് പോകും, വിദേശത്ത് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തുന്നു. അതെ, ജലദോഷപ്പനി രാവിലെ ഉച്ചയ്ക്ക് വന്നാൽ എന്ത് ചെയ്യുന്ന അമേരിക്ക പോകും. അത് ഈ പറയാനുള്ള ധാർമ്മികത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആർക്കാണ് ഇത് പറയാനുള്ള ധാർമ്മികതയുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശാ ശരത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരുടെ ഒരു ഇന്റർവ്യൂ നടത്തി. കഴിഞ്ഞ വർഷം അവരാണ് ഈ നൃത്തരൂപം സൃഷ്ടിച്ചത്. അവർ ചിട്ടപ്പെടുത്തി, അവർ ദുബായിൽ നിന്ന് സ്വന്തം പണം എടുത്തു വരുന്നു, അവർ ചെയ്തിട്ട് പോകുന്നു. അവർ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സ്വാതന്ത്ര്യവുമാണ്.
ആശാശരത്തിന് അത് മതിയായിരുന്നു, അവരത് ചെയ്തു. ഇവർക്ക് ഇനിയിപ്പോൾ നവ്യ നായരാണെങ്കിൽ നവ്യ നായർക്ക് അത് പോരാ, അവർക്ക് പണം വേണം. അവ ആവശ്യപ്പെടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അല്ല, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ എത്ര നാളിങ്ങനെ ഇപ്പോൾ നമുക്ക് മറുനാടനോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അതിപ്പം ആരായിക്കൊള്ളട്ടെ, ഏത് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നമ്മൾ എത്ര നാൾ സൗജന്യ സേവനം ഒരിടത്ത് ചെയ്യുമെന്നുള്ളത് പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് സമയം, അവരുടെ അധ്വാനം, അവരുടെ ആരോഗ്യം, ഇതെല്ലാം ഇവിടെ ഒരു സ്ഥാപനത്തിലോ ഒരു വർക്ക് സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഓരോരുത്തരെയും വിളിച്ചോളാം ഡാൻസ് ചെയ്തല്ലേ, ഇത്രയും കുട്ടികളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കണം. അത് ചെറിയ കാര്യമല്ല കേട്ടോ. ഈ സ്റ്റേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് പണി പാളിയാൽ മൊത്തം പരിപാടി കുളമാവും. അതായത് എത്ര ആസൂത്രണം ചെയ്താലും ഞാൻ എസെൻസിന്റെ മറ്റേ നമ്മുടെ ഗ്ലോബൽ ഇവന്റ് പരിപാടിയുടെ സ്റ്റേജ് മാനേജറാണ്. കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ എനിക്കറിയാം എന്റെ റിസ്ക് എന്ന് പറയുന്നത്. മൈക്ക് സെറ്റ് തൊട്ട് കുടിക്കാൻ വെള്ളം വെച്ചേക്കുന്നവരുടെ കാര്യത്തിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പരിപാടി മുഴുവൻ, അതായത് ഇത്രയും നാളത്തെ അധ്വാനം വേസ്റ്റ് ആവുകയാണ് സത്യത്തിൽ ഒരാൾ മാറിക്കഴിഞ്ഞാൽ. അപ്പൊ അത്രയും ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായ ഒരു അനുഭവം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ലോക കേരള സഭ അതിൽ പങ്കെടുക്കാൻ ഇവിടെ നിയമസഭയിൽ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ വരികയാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങി. അദ്ദേഹം അടക്കൊന്ന് ചുമച്ചു, വെള്ളം വേണം. അദ്ദേഹം വെള്ളം, അവിടെ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. നമ്മളൊരു കാര്യം ആലോചിക്കണേ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആളിരിക്കുന്ന ഒരു വേദിയിൽ കുടിവെള്ളമില്ല. അപ്പോൾ അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് ആരോപണം എവിടെ നിന്നൊക്കെ പിന്നെ നെട്ടോട്ടമാണ്. വെള്ളം കൊണ്ടുവരുന്നേ, വെള്ളം കൊണ്ടുവന്നു. അത് പച്ചവെള്ളമായിരുന്നു. ഈ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾ പച്ചവെള്ളം കുടിച്ചാൽ ചുമ കൂടുതലുള്ളൂ. പിന്നെ ചുമയ്ക്ക് പിന്നെ ചൂടുവെള്ളത്തിന് ഓട്ടായി. അപ്പോൾ നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ, നമ്മൾ മഹാകാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കും. പണിവാളി പോകുന്നതെങ്കിൽ നിസ്സാര കാര്യത്തിൻ്റെതായിരിക്കും. അപ്പോൾ ഈ സ്റ്റേജ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. മാത്രമല്ല നമ്മൾ ഈ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ടി വി കാണുന്ന നാഷണൽ ലെവലിൽ വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ, 1.5 മിനിറ്റ് 30 സെക്കൻഡുകളാണ് എൻ്റെ സമയം. ഈ ഒരു പരസ്യം എത്ര കോടി മുടക്കുന്നറിയാം പരസ്യങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പം ഈ 7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടി, എൻ്റെ ചേട്ടാ, ഇത് നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിന് വേറെ ടീമിനെ വെച്ച് ലക്ഷങ്ങളാണ് മാസം സാലറി കൊടുക്കുന്നത്. അപ്പം അവർക്കറിയാം ഒരു ടീമിനെ മാനേജ് ചെയ്യുന്നതിനും ഒക്കെ അടിസ്ഥാനപരമായി എത്ര രൂപ മുടക്കും. ഇപ്പം സർക്കാരിന് തന്നെ സർക്കാരിന് പരസ്യത്തിന് ചെലവില്ലേ? സർക്കാർ പരസ്യം അവരുടെ ഓരോ പുതിയ പദ്ധതികൾക്കും പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ചുമ്മാതെയാണ് ഷൂട്ട് ചെയ്ത് കിട്ടുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പരസ്യം വലിയ ഏജൻസികളാണ് പലപ്പോഴും ചെയ്യാറുള്ളത് നേരത്തെ. കാരണം അത് യേശുള്ളൂ. അല്ല, PR ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ആഡ് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അവർക്ക് സാങ്കേതികം അറിയായിരിക്കും. പക്ഷേ ഒരു ആഡ് ഫിലിം മേക്കർ ഒരു ഏത് ആംഗിളിൽ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല അതിൻ്റെ ഈ നമുക്കറിയാം ആഡ് ചെയ്യുമ്പോൾ ഓരോ ഷോർട്സും വളരെ ചെറുതായിരിക്കും. ചെറിയ ഷോട്ടുകൾ എടുത്ത് അത്ര സൂക്ഷ്മമായി ചെയ്ത് ഈ വരുന്ന മോഡലുകൾ എന്ത് പ്രചാരമായിരിക്കുന്നവരായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ശിവൻകുട്ടി വിഷയത്തിൽ ഈ നവ്യ നായർ ഇതിനു മുൻപും യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ ഇതുവരെ മന്ത്രി പറഞ്ഞു, പൈസ ചോദിച്ചാലും പറഞ്ഞപ്പോൾ അന്ന് ശിവൻകുട്ടി ഇരിക്കുന്ന സമയത്ത് നവ്യ നായർ വരാനായിട്ട് ലേറ്റ് ആയ സമയത്ത് ഇയാൾ നവ്യ നായർക്കെതിരെ ഭയങ്കര ആക്രോശം നടത്തിയ സമയത്ത് നവ്യ നായർ ഇതിന് മറുപടി പ്രസംഗം നടത്തി. അല്ല, അവർ പറഞ്ഞൊരു സാധനം, ഞാൻ ഉച്ച മുതൽ ഒരുങ്ങിയിരിക്കുകയാണ്, ഇവിടുത്തെ പ്രമുഖരായ വിദ്യാർത്ഥികൾ എന്നെ വിളിക്കാൻ പറഞ്ഞ് ഏറ്റിരുന്നു, പക്ഷെ എനിക്ക് അവർ വന്നില്ല, വരാത്തതുകൊണ്ട് ഞാൻ ലേറ്റായി. ഞാൻ കലോത്സവത്തിൽ കൂടെ വന്നാളാണ്, എനിക്ക് എൻ്റെ അഹങ്കാരമല്ല, പിന്നെ പണം വാങ്ങിയാണ് ഞാൻ വന്നതെന്ന് മന്ത്രി പറഞ്ഞു. സാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്ന്. അപ്പം ഈ ശിവൻകുട്ടിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് ഇയാൾ പുള്ളിയുടെ തലയിൽ തോന്നി അങ്ങ് വിളിച്ചു പറയുകയാണോ എന്നറിയില്ല. എന്തായാലും ഒരു ആരോപണം മാത്രമാണ്. നവ്യ നിഷേധിക്കുകയോ നവ്യ സ്ഥിരീകരിക്കുകയോ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ആളുകളല്ല. എന്നാൽ പോലും ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പണ്ട് വാർത്തയിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആര് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പോലീസുകാർ പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്, അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ്, ആധികാരികമാണ്. അപ്പോൾ നമുക്ക് അതിനെ ആധികാരികം എന്ന് തന്നെ വിചാരിച്ചാൽ പോലും ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം, ശിവൻകുട്ടി ഇതൊക്കെ വെല്ലുവിളി വിളിച്ച് പറഞ്ഞ സമയത്ത് ശിവൻകുട്ടി സത്യത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ടാണല്ലോ പ്രസ്താവന പിൻവലിച്ചത്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ മുഖ്യമന്ത്രി വിളിച്ച് വരട്ടിക്കാണ് സാധ്യത. കാരണം നവ്യ നായർ മുഖ്യമന്ത്രി വളരെ അടുത്ത കുടുംബമാർക്ക് നല്ല ബന്ധമുള്ള ആളാണ്. വിജയൻ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ മുമ്പ് ഒരിക്കൽ കാലിൻ്റെയൊക്കെ നമ്മളെ കണ്ടിരുന്നതാണ്. അവർ നല്ലൊരു കലാകാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ രീതിയിൽ അപമാനിച്ച മുഖ്യമന്ത്രി ചിലപ്പോൾ വിളിച്ച് വരട്ടി കാണുമായിരിക്കും, ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞാണ്. വ്യക്തിപരമായത് മാത്രമല്ല, ഇത് ഇപ്പം അത്യാവശ്യം തലയ്ക്കകത്ത് വെളിച്ചവും ഓളമൊക്കെ ഉള്ള ആൾ മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ രാഷ്ട്രീയപരമായി ശക്തമായ ഭാഷയിൽ സംസാരിക്കുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറയാൻ ആരും അനുവദിക്കില്ല. മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയോട് നമ്മൾ സംസാരിക്കാൻ പോയാൽ നല്ല ഭാഷ സംസാരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുഖ്യമന്ത്രി മാത്രമല്ല, CPM ആരും ഇദ്ദേഹത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നില്ല. കുറെ ക്യാപ്സ്യൂൾ അന്തംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് അവരെന്ത് ചെയ്തു, ആദ്യം പിന്തുണച്ചു, പ്രസ്താവന പിൻവലിച്ചപ്പോൾ അതിനെ പിന്തുണച്ചു. എനിക്ക് ഏറ്റവും വിഷമം കാര്യങ്ങളിൽ ഒന്ന്, ശിവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ജനകീയനായ നേതാവാണ്.
വളരെ ജനകീയനാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്ന CPM ഇത്രയും ജനകീയൻ ഒരാൾ കുറവാണ്. എല്ലാ നല്ല മികച്ച സംഘാടനം, അത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, അതൊരു കാരണമാകാം. പക്ഷേ എങ്കിൽ പോലും ഈ എല്ലാവരോടും എല്ലാ കാര്യത്തിനും ഈ കണ്ട ടഫ് ലുക്കുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ അല്ലാത്ത വളരെ സൗമ്യമായി പെരുമാറി എല്ലാ കാര്യത്തിനും വളരെ ശക്തമായ നിലപാടെടുക്കി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വരച്ചവരെ നടത്താനുള്ള കഴിവുള്ള ഒരു ആളാണ്. സാധാരണക്കാർക്ക് ഒരു വിഷയം വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഉഴപ്പ് കാണിക്കുകയാണെങ്കിൽ അതിലൊക്കെ ശക്തമായി ഇടപെട്ട് അത് ജനകീയനാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വശം, നല്ല കാര്യം, അങ്ങനെ ഇരിക്കട്ടെ. ശിവൻകുട്ടി ഇതിനൊക്കെ വലിയതൊക്കെ വിളിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ അച്ചടക്കം അത് പാലിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും ശിവൻകുട്ടി ഇതുമായി ഇതുപോലെയല്ല പല വിഷയങ്ങളിലും. അല്ല ആണെങ്കിൽ ഒരു സിനിമ എന്ന് പറയായിരുന്നു, ഇത് യുവജനോത്സവ വേദികളിലൂടെ വന്നു എന്ന് പറയുമ്പോൾ പലരും നമ്മുടെ സംശയത്തിന് നേരിടുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട മലയാള സിനിമയിലെ മഞ്ജു വാര്യർ, അമ്പിളി ദേവി, അല്ലെങ്കിൽ നമ്മുടെ ഈ നവ്യ നായർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിൽ ആരെയാണ് ഉദ്ദേശിച്ചത്? വളരെ എങ്ങനെയാണ് ചേട്ടാ, നമ്മളിപ്പോ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് പണം ആവശ്യപ്പെട്ടു. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തുകയാണ്, റീസണബിൾ ആണെന്ന് തോന്നി നമ്മൾ ചിലപ്പം നമ്മളിവിടെ പൈസക്ക് കൊടുക്കുന്ന ആളുകളല്ല, എന്നാൽ പോലും പല ആളുകൾ നമ്മൾ ഉദാഹരണത്തിന് അങ്ങനെയാണ് വന്നതെങ്കിൽ നമ്മൾ എടുക്കും. ഇനി അദ്ദേഹത്തിന് പറ്റുന്നില്ല, നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിനോട് കാര്യം പറയും, അല്ലെങ്കിൽ മറ്റൊരാളെ നോക്കും. നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ചില സിനിമാക്കാർ പൈസ ചോദിക്കും. അത് നമ്മളെ കൊണ്ട് ചാനലിൽ താങ്ങാൻ പറ്റുന്ന പൈസ ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ ഇല്ല ചേട്ടാ ഞങ്ങളിപ്പം ബഡ്ജറ്റില്ല, അതാണ്. നമ്മൾ പലരും നമ്മുടെ കാശ് വെച്ചിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുന്ന തുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് തയ്യാറാവും. അതല്ല നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളിപ്പോൾ അവാർഡ് നൈറ്റൊക്കെ നടത്തുമ്പോഴൊക്കെ പലരും വിളിക്കും, അവരുടെ കാശ് ചോദിക്കും. അവർ വലിയ ഹോട്ടലിൽ താമസം വേണമെന്ന് പറയും, വാഹനം വേണമെന്ന് പറയും, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്ന് പറയും, അതിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വേണമെന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. അത് അവർക്ക് ഈ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരു ഫീൽഡ് ഔട്ടതിന് ശേഷം ആരുടെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റും. അപ്പം അവരവർ അവസരം ഉപയോഗിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിന് പല രീതിയിലുള്ള ഏരിയകളുണ്ട്. ഒന്ന് സൗണ്ട് ഉണ്ട്, അതിൻ്റെ ഭക്ഷണമുണ്ട്, ഇതൊന്നും ഫ്രീ അല്ലല്ലോ. അല്ല, അപ്പോൾ ഇതൊന്നും ഫ്രീ അല്ലാത്ത സ്ഥിതിക്ക് ഇത് മാത്രം ഫ്രീ ആക്കേണ്ട ആവശ്യവുമില്ല. ഇനിയിപ്പോൾ നവ്യ നായർ ഒരു 5 ലക്ഷം ചോദിച്ചു, അവരെ പറ്റുന്നതിൽ വേറൊരാളെ സമീപിക്കാമല്ലോ. വിവാദമാക്കേണ്ട പോലും വിഷയമില്ല. നമ്മുടെ ചാനലിൽ ജോലി ചെയ്യുമ്പോൾ പോലും നമ്മുടെ ആരെങ്കിലും ഇത്തരത്തിൽ സിനിമാക്കാർ പൈസ നമ്മളിറങ്ങി പറഞ്ഞു നടക്കാറില്ല. നമ്മളില്ല, പ്രശ്നം തീർന്നു. സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ അല്ലല്ലോ. ഇത്രയും ദൂരത്തടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ ഒരു പ്രശസ്ത കലാകാരിയെ ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അവർ പൈസ ചോദിക്കുക തന്നെ ചെയ്തു. മുഴുവൻ വീട്ടിക്കൊണ്ടുള്ളതല്ല, ഇത്രയും പേർക്കിടെ വേണ്ടി ചിലവാക്കാനുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് പ്രതികരിക്കാൻ ഇറങ്ങുന്നതാണ് നല്ലത്. അറിയാൻ പാടാത്ത വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും പ്രതികരിച്ചാണ് പലപ്പോഴും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടാറുമുള്ളത്.